അതിന് ഇന്ന് വരാൻ പറ്റില്ല. ഞാനേ നാളെ രാത്രി ഒരു 11 മണിയാകുമ്പോൾ വരാം. പിന്നെ ഇനി എപ്പോഴും കോളിങ് വേണ്ട. അവൾക്ക് ചെറിയൊരു ഡൗട്ടുണ്ടെന്ന് എനിക്ക് തോന്നണത്. പിന്നെ അഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. മേടിച്ചിട്ടുണ്ട്, ഒന്നല്ല 2 മേടിച്ചിട്ടുണ്ട്. നാളെ വരുമ്പോൾ തരാം. ആരോ വരുന്നുണ്ട്, വെക്കട്ടെ. ശരി, പിന്നെ വിളിക്കാം. ചേട്ടാ ഇതെന്താ ഇവിടെ നിൽക്കണേ? ഞാൻ എത്ര നേരമായി അവിടെ നോക്കണത്. ഞാനേ ഒന്ന് വലിക്കാൻ വന്നാണ്. എന്താ കാര്യം? ആ മിക്സി വീണ്ടും കംപ്ലൈന്റ് ആയി. അതൊന്നെങ്കിൽ മാറ്റി വേറെ വാങ്ങിച്ചതാ എനിക്ക്, അല്ലെങ്കിൽ അത് ശരിയാക്കിത്താ. ഇപ്പം എൻ്റെ പൈസ ഒന്നുമില്ല. നീ ആ അരകല്ലേ അതിലിട്ട് അരച്ചാൽ മതി കേട്ടോ. മിക്സിയൊക്കെ വാങ്ങിക്കാം, പുതിയ വാങ്ങിക്കാം. എൻ്റെ എവിടെ നിന്നാണ് പൈസ? നീ അരച്ച് ഉണ്ടാക്കിയാൽ മതി. ശരി. എടി ശാലു, ഇത്തിരി വെള്ളം എടുത്തേ. വരാം. ചേട്ടൻ ഇപ്പോഴായിട്ട് എപ്പോഴും ഫോണിൽ ചാറ്റിങ്ങും കോളിങ്ങും ആണല്ലോ. എന്നോടൊന്നും സംസാരിക്കാറ് കൂടിയില്ല. എടി അത് നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഞാൻ ഫ്രണ്ട്സിനോടാണ് കോളിങ് ചാറ്റിങ് ചെയ്യണത്. പിന്നെ നിന്നോട് എന്ത് സംസാരിക്കണം? ഓഹോ, അപ്പം കല്യാണം കഴിഞ്ഞ് 2 വർഷമായപ്പോൾ തന്നെ എന്നോടൊന്നും സംസാരിക്കാനില്ലാതെ അല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവൾ ഉറങ്ങിയിട്ടില്ല. ഒരെണ്ണം. ശരി, എന്നാൽ നാളെ വിളിക്കാം. ആരോടാണ് ചാറ്റിങ്? അത് ഫ്രണ്ട്സിനോടാണ്. വരാൻ പറ്റുമോന്ന് അറിയില്ല, ഞാൻ നോക്കാം. ഞാൻ പിന്നെ വിളിക്കാവേ. ഹലോ. ഹലോ, മഞ്ജു ആണോ? അതെ. അത് സോറി, എൻ്റെ കൈ തട്ടി അറിയാതെ കോൾ വന്നതാ. ഓക്കെ. കണ്ടുപിടിച്ചു കഴിഞ്ഞാ എൻ്റെ കാമുകനെ? ഇനി അത് നിന്റെ സ്വഭാവത്തിൽ ഇത്തിരി വ്യത്യാസം വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയതാണ്. സോറി. എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എവിടെയാ സമയം? നിങ്ങൾക്ക് എന്നെ നോക്കാൻ സമയമില്ലല്ലോ, എന്നെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഒരു ആവശ്യം ഞാൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിറവേറ്റാൻ സമയമില്ല. ഇപ്പോൾ 2 ദിവസം ഞാൻ മൊബൈലിൽ കോളിങ്ങും ചാറ്റിങ്ങും ആണെന്ന് വിചാരിച്ചിട്ടില്ലേ നിങ്ങളിപ്പോൾ മൊബൈലെടുത്ത് ചെക്ക് ചെയ്തത്? ഇപ്പോൾ മനസ്സിലായോ ഞാൻ എന്തോരം വേദന അനുഭവിച്ചെന്ന്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അതിന് മേലായി എന്നെ വിളിക്കരുത്.
എനിക്കിനി താല്പര്യമില്ല. എൻ്റെ ഫാമിലി കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാം ഉള്ളു. അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. എന്നെ വിളിക്കരുത്.